ഇവനോട് ഞാൻ ഒരു പരിപാടിക്കില്ല. എന്താടാ 2 ആഴ്ചയായിട്ട് ഒരു വണ്ടി എടുക്കണമെന്ന് പറഞ്ഞ് എന്നെയും കൊണ്ട് നടക്കുക. അവിടെ ചെല്ലുമ്പോൾ ഒന്നും ഇങ്ങനെ വണ്ടി ഇഷ്ടപ്പെടത്തില്ല, അല്ലെങ്കിൽ പൈസയുടെ കാര്യത്തിൽ ഓക്കെ ആവത്തുമില്ല. അളിയ വിഷ്ണു നിന്റെ അടുത്ത് പറഞ്ഞില്ലേ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കരുതെന്ന്. പണി വന്ന് നിന്റെ ഊപ്പാട് വരൂടാ. അളിയ പുതിയ എടുക്കാനുള്ള പൈസ ഇല്ലടാ. ലോൺ ഇറാ. നീ പുതിയതങ്ങട്, അതായിരിക്കും നിനക്ക് പറഞ്ഞിട്ടുള്ളത്. നോക്കട്ടെ. അവൻ എന്തി അമ്മേ? രാവിലെ തൊട്ട് ആരെയൊക്കെയോ ഫോൺ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അകത്തകാണം കാണും. എടാ ഞാനേ 3-4 ഷോറൂമിൽ വിളിച്ചു വെച്ചു കേട്ടോ. ഒരിടത്ത് കുറച്ച് റേറ്റ് കുറവുണ്ട്, നമുക്ക് അവിടെ പോയി എടുത്താലേ വണ്ടി. എന്നാ അവിടെ പോയി എടുക്കാം. പിന്നെ ലോണൊക്കെ അപ്രൂവ് ആണ് കേട്ടോ. ഇതിലൊന്ന് സൈൻ ചെയ്യും. ഈ ട്രാൻസാക്ഷൻസ് കുറവായതുകൊണ്ടേ പലിശ കമ്പാറ്റബിലിറ്റി കൂടുതലായിരിക്കും. അയ്യോ, നിങ്ങളിപ്പോൾ ഏത് ഫിനാൻസ് ചെന്നാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമ്മളായതുകൊണ്ട് മാക്സിമം കുറച്ചായിട്ടേക്കുന്നത്. നീ എന്താ വേണം? പുതിയ വണ്ടി എടുത്താലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. മാസം തോറും ഞാനാ അവിടെ നടക്കേണ്ടെന്ന്. അത് ആലോചിക്കുമ്പോഴാ. വൈകിട്ട് ചെലവുണ്ടേ. നീ ഇതിപ്പോ നോക്കിയോണ്ടല്ലോ അറിഞ്ഞേ. എന്തോടാ? എടാ ഞാൻ വണ്ടി എടുത്തപ്പോഴേ ഒരു വണ്ടി വില പറഞ്ഞെന്ന് വെച്ചാൽ 1,07,000 രൂപ. ഞാൻ 50,000 രൂപ അഡ്വാൻസ് അടച്ച്. പിന്നെ വരേണ്ടതെന്ന് വെച്ചാൽ 57,000 രൂപയല്ലേ. ഞാനിപ്പോൾ ലോൺ എമൗണ്ട് നോക്കിയപ്പോഴേ 70,000 രൂപ അടക്കുന്നു. ഇതെങ്ങനെ ശരിയാവും? ഇത്രയും പൈസ എങ്ങനെ വന്ന്? സാറേ അത് പ്രോസസ്സിങ് ഫീസും ചാർജൊക്കെ വരുന്നത്, അല്ലാണ്ട് നമ്മൾ എക്സ്ട്രാ ഒന്നും എടുത്തിട്ടില്ല. കൂടിപ്പോയ 3,000 രൂപ പ്രോസസിംഗ് ഫീസ് വരുത്തുള്ളൂ. അവസാനം സംസാരമായപ്പോഴത്തേക്ക് പൈസ 5,000 രൂപ അയച്ചു വന്നു. ബാക്കി 5,000-6,000 രൂപ ഉണ്ട്. അതിനെന്തൊക്കെയോ ഞങ്ങളാ പറയുന്നത്. അളിയാ നീ ഇപ്പൊ ചോദിച്ചോണ്ടാ പൈസ കിട്ടി. ഇതിനെപ്പറ്റി അറിയാത്തവരോ? അറിയാത്തവരെന്ന് പൈസ പോയി, അല്ലാതെ എന്തുവാ. എന്തോരം കഷ്ടപ്പെട്ട് ആഗ്രഹിച്ചായിരിക്കും ഓരോരുത്തർ വണ്ടി എടുക്കുന്നേ. അതിലും പറ്റിക്കപ്പെടുമെന്ന് ആലോചിക്കുമ്പോഴേ